എൻ ഭവനം മനോഹരം, എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം. കർത്താവിന് സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ഒരു സന്ദർഭം കൂടെ കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾ ഓർക്കുമല്ലോ. നാം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടവരും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരുമാണ്. നമ്മുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തിനായി വിളിക്കപ്പെട്ടുവെന്നും എന്താണ് നമ്മുടെ മിഷനെന്നും, നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ മിഷൻ, ഇത് രണ്ടുമാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഡെസ്റ്റിനേഷൻ നമുക്കറിയാം, നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ നമുക്ക് തീർച്ചയായും നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവർ സ്വർഗത്തിനായി ഒരുക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ അതിനുവേണ്ടി ഒരുക്കുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത്. നമുക്ക് അവൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം അല്ലെങ്കിൽ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി. സ്വഭാവം മാത്രമല്ല, അവൻ്റെ വചനം, അതായത് ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് അവിടുന്ന് പകർന്നു തന്നു. അങ്ങനെ നമ്മെ അവിടുന്ന് സ്നേഹിതന്മാരാക്കി എന്ന് തന്നെയല്ല, നമുക്ക് പിതാവ് പുത്രന് നൽകിയ അതേ യോഗ്യത നമുക്ക് നൽകി. അതായത് പുത്രന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയുള്ളതുപോലെ ഇപ്പോൾ നമ്മളും യോഗ്യരായി തീർന്നു. അത് നമ്മുടെ യോഗ്യതയല്ല, അത് പുത്രൻ നമുക്ക് നൽകിയ യോഗ്യതയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ആ യോഗ്യത നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതുപോലെ എന്തിനു വേണ്ടിയാണ്? പിതാവും പുത്രനും തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെയും കൂടെ യേശു ചേർക്കുകയാണ്. അതായത് ദൈവവും യേശുവും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളും കൂടെ കയറുകയാണ്. അതൊരു വലിയൊരു അനുഭവമാണ്. അങ്ങനെ ദൈവവും യേശുവും തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നതിനാണ് ഇപ്പോൾ നമ്മൾ യോഗ്യരായി തീർന്നിരിക്കുന്നത്. ആ യോഗ്യതയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് ഇതൊന്നും നമ്മുടെ പ്രത്യേകത കൊണ്ടല്ല, നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് അങ്ങനെയാണ് നമ്മൾ യോഗ്യരായി തീർന്നത് എന്നുള്ളതും നമ്മൾ കണ്ടു. എന്നാൽ ഈ യോഗ്യത നമുക്ക് ലഭിക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മയുണ്ട്. എന്നാൽ ഈ കൂട്ടായ്മ ഇവിടം കൊണ്ട് മാത്രം തീരുന്നതല്ല. നമുക്ക് യേശു ഇരിക്കുന്ന ഇടമായ ആ സ്വർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ അവസ്ഥയുമുണ്ട്. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ദൈവവും യേശുവും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. പരിശുദ്ധാത്മാവും ദൈവവും യേശുവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചുള്ള കൂട്ടായ്മ. യോഹന്നാന്റെ സുവിശേഷം 14, 15 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ, 16 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ കൂട്ടായ്മയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാനും പിതാവും. എന്നിട്ട് ആ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് വരികയാണ്, ഞാനും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ വന്ന് അവനിൽ വാസം ചെയ്യും. ആര്? പിതാവും യേശുവും. എന്നാൽ ഓൾറെഡി നമ്മുടെ ഉള്ളിലേക്ക് ആര് വന്നിട്ടുണ്ട്? അത് പറയുന്നു പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞല്ലോ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്, പിതാവ് ഉണ്ട്, പുത്രനും ഉണ്ട്. പിതാവും പുത്രനും വന്ന് നമ്മിൽ വാസം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പരിശുദ്ധാത്മാവിനെ നൽകി കഴിഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവും പിതാവും പുത്രനും ഒരുമിച്ച് നമ്മിൽ വാസം ചെയ്യുന്ന ആ കൂട്ടായ്മയുടെ വലിയ ഒരു സാഹചര്യം. എന്നാൽ അതോടൊപ്പം പറയുന്നത് ഇവിടെ ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനാണ്. അങ്ങനെ കൊണ്ടുപോകുക മാത്രമല്ല, അവിടെ കൂടെ പാർപ്പിക്കാനുള്ള യോഗ്യതയാണ്. അപ്പോൾ യോഗ്യത ഇവിടുത്തെ കൂട്ടായ്മയ്ക്ക് മാത്രമല്ല, അവനോടുകൂടെ വസിക്കാനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാം ദൈവത്തിനായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. ആ കൂട്ടായ്മയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ എൻ്റെ പ്രത്യാശ ഭൂമിയിലുള്ള ഒരു കാര്യവുമായിട്ടും ബന്ധപ്പെടുത്തിയല്ല. എൻ്റെ പ്രത്യാശ, ഞാനിപ്പോൾ എൻ്റെ ആശ്വാസം എന്താണ്? എനിക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ടെന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. യേശുവുമായിട്ട്, പിതാവുമായിട്ട്,
പുത്രനുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ട്. അതാണ് എൻ്റെ ആശ്വാസം. എന്നാൽ എൻ്റെ പ്രത്യാശ എന്താണ്? ആ യേശുവിനോടുകൂടെ ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാണ് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ ആദ്യം തൊട്ട് കാണുന്നത്. അപ്പോൾ ആ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കലങ്ങാൻ പാടില്ല എന്ന് ചോദിക്കുന്നത് അതിനകത്ത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, പിതാവിൻ്റെ ഭവനം. പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. ദാറ്റ് ഈസ് ദർ. ഈ സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 13:3 പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നു വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ. അപ്പോൾ ഈ സാഹചര്യം എന്താണ്? പിതാവിൻ്റെ അടുക്കൽ നിന്ന് യേശു ഭൂമിയിലേക്ക് വന്നു, നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ എക്വിപ്പ് ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുക? ഇപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു. ഒന്ന് മനസ്സിലാക്കുക, ദൈവമായ യേശു ഭൂമിയിലേക്ക് വന്നു. കമ്മീഷനിങ് ഉണ്ട്, പിതാവ് അവനെ അയച്ചു. എന്നാൽ മിഷനുമുണ്ട്. ആ മിഷൻ പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? തിരിച്ചു പോവുക, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നും അറിഞ്ഞിരിക്കെ. അപ്പോൾ ഈ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷകൾ, ജഡാവതരണത്തിലൂടെ ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ നിർവഹിച്ചിട്ട് എങ്ങോട്ട് പോകുകയാണ്? പിതാവിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. അങ്ങനെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുന്ന യേശു ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്. അതായത് ഇപ്പോഴേ അങ്ങ് സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാ, പക്ഷേ ഇപ്പോൾ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഭൂമിയിൽ അവരെ ആക്കിയിട്ട് പറയാണ്, നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ പോവുക. എന്നിട്ട് പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കലങ്ങിപ്പോകാതിരിക്കും? അതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഈ സാഹചര്യം മനസ്സിലായി കഴിഞ്ഞാൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ഹൃദയം കലങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുള്ളത്. നമ്മളൊന്ന് ആലോചിച്ചേ, ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുമ്പോൾ എങ്ങനെയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്? യാതൊരു രീതിയിലുള്ള റിസർവ്സും ഇല്ലാതെയാണ്. യാതൊരു രീതിയിൽ അവർക്കൊന്നുമില്ല. എന്തോ അവരെല്ലാം ഇറങ്ങി പുറപ്പെട്ടത് എങ്ങനെയാണ്? തനിക്കുള്ളതൊക്കെയും വിട്ട് എന്ന് പറഞ്ഞായിരുന്നു. മിക്കവാറും ഉള്ളിടത്തെല്ലാം പറയുന്നത് അതാണ്. അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ജോലി പോയി, അവരുടെ വരുമാനം പോയി. സക്കായിക്കൊക്കെ ആണെങ്കിൽ നല്ല കാശുണ്ടായിരുന്നു, അതിനകത്ത് പകുതി ദരിദ്രർക്ക് കൊടുത്തു. പിന്നെ ചതിവായി വാങ്ങിയതുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, പകുതി ദരിദ്രർക്ക് കൊടുത്തു, പിന്നെ ഈ വാങ്ങിച്ചതിനകത്ത് നല്ലൊരു ശതമാനവും ചതിവായിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ 4 മടങ്ങ് മടക്കി കൊടുത്താൽ മറ്റ് ശിഷ്യന്മാരെക്കാൾ ദരിദ്രനായിപ്പം സക്കായി ഇല്ലേ? അപ്പോൾ ഉണ്ടായിരുന്ന ജോലി പോയി. ലേവിയെ വിളിക്കുമ്പോൾ ചുങ്കസ്ഥലം വിട്ട് അവനിക്ക് പോരുക. കഴിഞ്ഞ് യേശു വിളിച്ച ആളുകളെല്ലാം, ശിഷ്യന്മാരെല്ലാവരും എന്താ ചെയ്യുന്നത്? അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ സകല കാര്യങ്ങളും വിട്ടിട്ട് പോരുക എന്ന് തന്നെയല്ല, സകലവും വിട്ടെന്ന് പറയുമ്പോൾ മിക്കവരും അവരുടെ ആ കുടുംബ ബന്ധങ്ങളും എല്ലാ ഒരു പരിധി വരെ അവർക്ക് ഉണ്ടാകാനുള്ള സാധാരണ രീതിയിൽ അവർക്കുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. അവരുടെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു വിറ്റത് മാത്രമല്ല ഞാൻ പറയുന്നത്, അവർക്കിപ്പം ഒരു റിലേഷൻ പോലും ഇല്ല. ശരിക്കും എന്താണ്, യേശുവിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പലരുമായുള്ള റിലേഷൻ. ഇപ്പോൾ യേശു തന്നെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സഹോദരനെ സഹോദരിയോ ആരെയും സ്നേഹിക്കുന്നവന്, അല്ലെങ്കിൽ അത് എനിക്ക് എൻ്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. അപ്പോൾ ശിഷ്യനാകാനുള്ള യോഗ്യത എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരെയും വെറുപ്പിക്കണമെന്ന് കർത്താവ് പറഞ്ഞല്ല, പക്ഷേ വെറുത്തു പോകും. അതാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ? അവർ നിങ്ങളെ പള്ളി ഫ്രസ്റ്റഡ് ആക്കും. നോക്ക്, അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സകലവും വിട്ട് അവനെ അനുഗമിച്ചു. എന്നാൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പം വലിയ പ്രശ്നമൊന്നും ഇവരാരും പട്ടിണിയൊന്നും കിടന്നില്ല. 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു കുറച്ച് പോപ്പുലറൊക്കെ ആയിരുന്നതുകൊണ്ട് യേശു പറഞ്ഞു വിട്ട സ്ഥലങ്ങളിലൊക്കെ അവിടെ സ്വീകരിക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പരിധി വരെ.
കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ വീടിന് സമാധാനം എന്ന് പറയാം. ചിലപ്പോൾ ആ വീട്ടിൽ അവർ നിങ്ങളെ കയറ്റി കിടത്തും. വഴിയിൽ പൊക്കണമൊന്നും എടുക്കണ്ട, വസ്തുവൊന്നും നിങ്ങളൊന്നും സൂക്ഷിച്ചുകൊണ്ടൊന്നും പോകണ്ട, 2 ചെരുപ്പ് എന്താ വസ്ത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലിമിറ്റഡായിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ലിമിറ്റഡായിട്ട് പോയാൽ മതി. കാര്യം അവരെ ഒരു പരിധി വരെയൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയിൽ സ്വീകരിക്കാൻ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 3.5 വർഷം അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് സുരക്ഷിതത്വവും വലിയ പ്രശ്നമില്ലാതെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ യേശു പറയുന്നത്, ഇനി നിങ്ങൾ വസ്ത്രം വിറ്റ് വാൾ കൈക്കൊള്ളട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സുരക്ഷിതത്വമൊക്കെ തീർന്നു ഇല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ പോകുമ്പോൾ യേശുവിന് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി അല്ല ഉള്ളത്. പലപ്പോഴും യേശുവിൻ്റെ കൂടെ, ആദ്യമൊക്കെ യേശുവിൻ്റെ കൂടെ നടന്ന സമയത്ത് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും പിന്നെ കുറച്ച് ഭൂതശാന്തിയും രോഗശാന്തിയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ ആളുകൾ അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ യേശു ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. എല്ലാവരും യേശുവിനെതിരാകുകയാണ്. എല്ലാവരും യേശുവിനെതിരാകുന്നതായ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ 3.5 വർഷം യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ അത്രയും വലിയൊരു പ്രശ്നം അവർക്കുണ്ടായില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്നറിയാമോ? യേശു പറയുക, ഞാനും പോവാന്ന്. അതാ പ്രശ്നം. യേശു കൂടെ ഉണ്ടായിരുന്ന പിന്നെ എങ്ങനെങ്കിലും ആട്ടെന്ന് വെക്കാം. പക്ഷേ ഇപ്പോൾ യേശുവും കൂടെ ഇല്ലാത്ത ശിഷ്യന്മാരെ ഭൂമിയിൽ വിട്ടിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്നാൽ എൻ്റെ ഒരു ചോദ്യം, യേശു പറയാണ്, ഞാൻ പോവുക, നിങ്ങളിവിടെ താമസിക്കണം, നിങ്ങളുടെ ജോലി തീർന്നിട്ടില്ല, നിങ്ങളിനി ഇവിടെ തന്നെ കഴിയണം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാ, പോകാൻ നേരം എന്തോ കൊടുത്തിട്ടാണ് യേശു പറയുന്നത്? ഇത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയാൻ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും കൊടുത്തോ? ഭൗതികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തോ? ഒന്നുമില്ല. ഈ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കലങ്ങി? അതെ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു 100 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയിട്ടുണ്ട്, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ടെന്ന് വല്ലതും പറഞ്ഞു? ഒന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും എന്തുവാ, സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഹൃദയം കലങ്ങേണ്ട വലിയ ആവശ്യമില്ല. പക്ഷേ യേശു മെഡിക്കൽ കോളേജും തുടങ്ങിയില്ല, എഞ്ചിനീയറിംഗ് കോളേജും തുടങ്ങിയില്ല, യേശു സെമിനാരിയും തുടങ്ങിയില്ല, ഒരു ഓർഗനൈസേഷൻ പോലും ഉണ്ടാക്കിയില്ല. അതാണ് പിന്നെ വേണ്ടുകയിലാണ്. ഏത്, ഞാൻ നല്ലൊരു ഓർഗനൈസേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ഞാൻ ഹെഡ് ക്വാർട്ടേഴ്സ് പണിതിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെയാണല്ലോ, നല്ലൊരു ഹെഡ് ക്വാർട്ടേഴ്സ് പണിതിട്ടുണ്ട്. അതൊന്നുമില്ല. പൊസഷൻസ് ഒന്നുമില്ല. പൊസിഷൻസ് ഉണ്ടോ? അതുമില്ല. പത്രോസേ, നീ ചെയർമാൻ, യോഹന്നാൻ ഒരു കാര്യം ചെയ്യുക, സെക്രട്ടറി ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വല്ലതും ആക്കിയിട്ടുണ്ടോ? അതുമില്ല. പൊസഷൻസ് ഇല്ല, പൊസിഷൻസ് ഇല്ല, സ്ഥാപന ജംഗമ വസ്തുക്കളില്ല, TV പ്രോഗ്രാമും ഇല്ല. ഞാനൊരു TV പ്രോഗ്രാം ഉണ്ട്, അതിനകത്തുള്ള നിങ്ങൾ എന്തുവാ പൈസ പിടിച്ചോളാൻ വല്ലതും പറഞ്ഞു, അങ്ങനെ വല്ലതും ഉള്ളൂ. TV പ്രോഗ്രാമും ഇല്ല. ഇനി ദശാംശം കൊടുക്കാനുള്ള ആളുകൾ പോലും ഇല്ല. എന്തോ ഉള്ളത്, എന്തോ കൊടുത്തിട്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോരുതെന്ന് പറയുന്നത്. എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, ഒന്നും കൊടുത്തില്ല. ശരിക്കും ശിഷ്യന്മാരെ ഒരു പരിധി വരെ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ശിഷ്യന്മാരെ അനാഥരായി വിടുകയാണ്. ഹ്യൂമൻ വേയിലാണ് ഞാൻ പറയുന്നത്. മാനുഷികമായി പറഞ്ഞാൽ ശിഷ്യന്മാരെ അനാഥരായി വിടുകയാണ് യേശു. എന്നിട്ട് പറയാ ഹൃദയം കലങ്ങി പോകരുതെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശിഷ്യന്മാരുടെ ആശ്വാസത്തിൻ്റെ അടിസ്ഥാനം സ്ഥാവര ജംഗമ വസ്തുക്കളല്ല. ശിഷ്യന്മാരുടെ ആശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒരു കാരണവശാലും പൊസഷൻസ് അല്ല, ഓർഗനൈസേഷൻ അല്ല, പൊസിഷൻ അല്ല, യാതൊരു രീതിയിലും അവരുടെ ഫെയിം അല്ല, ഇതൊന്നും ഇല്ലല്ലോ അവർക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, TV പ്രോഗ്രാം അല്ല, ഒന്നുമില്ല, അതൊന്നുമല്ല. പിന്നെ എന്താണ് ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയാൻ കാര്യം? 2ാമത്തെ വാക്യത്തിൽ പറയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ഒരുക്കിയിരിക്കുന്നത്? പിതാവിൻ്റെ ഭവനം. അപ്പോൾ ഭൂമിയിലുള്ള യാതൊരു കാര്യങ്ങളുമല്ല, സ്വർഗമാണ്, പിതാവിൻ്റെ ഭവനമാണ് നമ്മളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാനുള്ള അടിസ്ഥാനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശിഷ്യൻ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനല്ല. ശിഷ്യൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവനാണ്? സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാം സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. നമ്മൾക്ക് എങ്ങോട്ടാണ് നോക്കേണ്ടത്? നമ്മളുടെ കണ്ണുകൾ എപ്പോഴും
സ്വർഗീയമായത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലും പറയുന്ന കാര്യമുണ്ട്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ കണ്ണ് ഭൂമിയിലല്ലാഞ്ഞതുകൊണ്ട്. ഒരു യഥാർത്ഥ ദൈവ പൈതലിൽ ദൈവം സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു യഥാർത്ഥ ദൈവ പൈതൽ സന്തോഷിക്കുന്നത് ഭൂമിയിലെ കാര്യങ്ങളിലല്ല, പ്രത്യുത സ്വർഗീയമായ കാര്യങ്ങളിലാണ്. യേശു കർത്താവ് ഭൗമികമായ ഒരു കാര്യവും അവർക്ക് പ്രോമിസ് ചെയ്യാതെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ഭവനമാണ് നമുക്കുള്ള ആശ്വാസം. ഞാൻ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. കർത്താവ് പറയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുകയാണ്. അങ്ങനെ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. ഞാൻ മടങ്ങി വന്നാൽ നിങ്ങളെയും ചേർത്തുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകും. ഇത് നമുക്ക് നമ്മുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഈ യഹൂദ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പലപ്പോഴും വേദപുസ്തകത്തിലെ പല സിമിലികളും നമ്മൾ വായിക്കുമ്പോൾ കാണുമ്പോൾ വേദപുസ്തക പശ്ചാത്തലം അഥവാ വേദപുസ്തകത്തിലെ ആളുകൾ, ബിബ്ലിക്കൽ പീപ്പിൾ അല്ലെങ്കിൽ ജൂയിഷ് പീപ്പിൾ, അവരുടെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഒരിക്കലും ഒരു ജൂ എനിക്ക് ക്ലാസ് എടുത്തായിരുന്നു, കാൾകോക്ക് എന്ന് പറഞ്ഞു. കാൾകോക്ക് പറഞ്ഞൊരു കാര്യം ഇതാണ്. അദ്ദേഹം ഒരു ജൂവാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ബൈബിൾ മനസ്സിലാകുമെന്ന്. അതിൻ്റെ കാര്യം, യേശു കർത്താവ് തന്നെ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ സാമൂഹ്യ മത പശ്ചാത്തലം വെച്ചോണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇത് ഞാൻ വായിച്ചപ്പോൾ ഇതേപോലെ യഹൂദന്മാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സാധാരണ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ പോയി സ്ഥലം ഒരുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ യഹൂദന്മാരുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു ദിവസം എവിടെ നിന്നെങ്കിലും പോയി അങ്ങ് കെട്ടുകയല്ല. വിവാഹത്തിന് മുമ്പ് ബെട്രോത്തലുണ്ട്. ബെട്രോത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിവാഹ നിശ്ചയം. ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് എ മാരേജ്. കാര്യം, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ കല്യാണത്തിൻ്റെ തലേന്ന് വേണമെങ്കിലും മാറാം, ചെറുക്കനും പെണ്ണിനും മാറാം. നമ്മുടെ പശ്ചാത്തലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്പം ഒരു നാണങ്കലൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഡിവോഴ്സിൻ്റെ പേപ്പറൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ബെട്രോത്തൽ കഴിഞ്ഞാൽ പിന്നെ മാറണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് മറിയയുടെ കാര്യത്തിൽ തന്നെ യോസഫ് പറയുന്നത്, അവൾ ഗർഭിണിയായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ വേണ്ടാന്ന് വെച്ചേക്കാമെന്ന് ചിന്തിക്കുന്നതല്ല. ശരിക്കും അവിടെ പറയുന്നത് കാരണം പറയാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്നാണ്. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ദൂരെ മേഘപ്പാളിയിൽ ദൂരെ താരപഥ വീചിയിൽ ദൂരെ മേഘപ്പാളിയിൽ ദൂരെ താരപഥ വീചിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീതിയിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം
സച്ചിദാനന്ദം വർണ്യാതീതം